പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം പഞ്ചമോധ്യായ. ശ്രീശുക ഉവാച ഏവം ഭഗവതാദിഷ്ടോ ദുർവാസാചക്രതാപിത അംബരീഷമുപാവൃത്യ തത്പാദൗ ദുഃഖിതോഗ്രഹേ. ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷിത് ചക്രവർത്തിയോട് കഥ പറയുകയാണ്. ഇപ്രകാരം ഭഗവാൻ വൈകുണ്ഠനാഥനായിട്ടുള്ള മഹാവിഷ്ണുവിനാൽ നിർദ്ദേശിക്കപ്പെട്ടവനായിട്ട് ചക്രതാപിത ദുഃഖിത സുദർശനത്തിൻ്റെ ആ ചൂട് കാരണം അങ്ങനെ ദുഃഖിക്കുന്ന വളരെയധികം വിഷമിക്കുന്നവനായിട്ടുള്ള ദുർവാസാവ് വേഗം എന്ത് ചെയ്തു? അംബരീഷം അംബരീഷ സമീപത്തേക്ക് മടങ്ങി വന്ന് പാദവും അഗ്രയിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങളാകട്ടെ കെട്ടിപ്പിടിച്ചു. കാൽക്കൽ വീണിട്ട് തസ്യ സോദ്യമനം വീക്ഷ്യ പാദസ്പർശ വിലജ്ജിത ഹസ്താവിൽ ഹരേരസ്ത്രം കൃപയാ പീഡിതോ വൃഷം. പെട്ടെന്ന് മഹർഷി തൻ്റെ കാൽക്കൽ വന്നങ്ങോട്ട് വീണപ്പോൾ പാദസ്പർശ വിളിച്ച് തൻ്റെ കാൽക്കൽ അദ്ദേഹം പിടിച്ചത് കണ്ട് ലജ്ജിതനായിട്ട് അദ്ദേഹം അംബരീഷൻ തസ്യ ഉദ്യമനം വീക്ഷ്യ അദ്ദേഹത്തിൻ്റെ ആ പാരവശ്യം കണ്ടിട്ട് കൃപയാ കാരുണ്യം വന്നിട്ട് വൃഷം പീഡിത ഏറ്റവും കാരുണ്യം കൊണ്ട് ഏറ്റവും പീഡിതനായിട്ട് അസ്ത്രം അസ്താവിൽ വേഗം തന്നെ ആ സുദർശന ചക്രത്തെ അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. അസ്താവിൽ എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു. അംബരീഷോവാച ത്വമഗ്നിർഭഗവൻ സൂര്യ ത്വം സോമോ ജ്യോതിഷംപതി ത്വമാപസ്ത്വം ക്ഷിതിർവ്യോമ വായുർമാത്രേന്ദ്രിയാണി ച. ഹേ സുദർശന ചക്രമേ, ഭഗവാൻ അങ്ങ് എങ്ങനെയാണ്? അഗ്നിയാണ്, ജ്യോതിഷാംപതി ജ്യോതിർഗോളങ്ങളിലൊക്കെ അധിപനായിട്ടുള്ള സൂര്യനാണ്, സോമ ചന്ദ്രനാണ്, അങ്ങ് തന്നെയാണ് ചന്ദ്രൻ. ആപക്ഷിതി വ്യോമ വായു ജലം ഭൂമി ആകാശം വായുവും എല്ലാം അങ്ങത്വം അങ്ങ് തന്നെയാണ്. മാത്രേന്ദ്രിയാണ് പഞ്ചതന്മാത്രകളും 10 ഇന്ദ്രിയങ്ങളും എല്ലാം ത്വം അങ്ങ് തന്നെയാണ്. സുദർശന നമസ്തുഭ്യം സഹസ്രാച്യുതപ്രിയ സർവാസ്ത്രഘാതിൻ വിപ്രായ സ്വസ്തി ഭൂയാ ഇടസ്പനേ. ഹേ അച്യുതപ്രിയ, മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനെ, സഹസ്രാര 1000 ആരങ്ങളോട് കൂടിയവനും സർവ അസ്ത്രഘാതിൻ സർവവിധങ്ങളായിട്ടുള്ള ആയുധങ്ങളെയും നശിപ്പിക്കുന്നവനുമായിട്ടുള്ള ഇടസ്പതേ ലോകനാഥനായുമുള്ള സുദർശന ചക്രമേ തുഭ്യം നമ, അങ്ങയ്ക്ക് നമസ്കാരം. വിപ്രായ സ്വസ്തി ഭൂയ, ഈ ബ്രാഹ്മണനെ അതായത് ദുർവാസാവ് മഹർഷിക്ക് അങ്ങ് ആശ്രയബോധനായി തീരണമേ, അദ്ദേഹത്തിനെ രക്ഷിക്കണേ, അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തോടുള്ള കോപം ശമിക്കണേ എന്നാണ് പറയണത്, ശമിപ്പിക്കണേന്ന്. ത്വം ധർമ്മ ത്വമൃതം സത്യം ത്വം യജ്ഞോഖില യജ്ഞഭു ത്വം ലോകപാല സർവാത്മാ ത്വം തേജ പൗരുഷം പരം. അങ്ങ് ധർമ്മസ്വരൂപനാണ്, ഋതം സത്യം, ഋതവും സത്യവും ത്വം അങ്ങ് തന്നെ, യജ്ഞസ്വരൂപിയും അഖില യജ്ഞഭു എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും യഥാർത്ഥത്തിൽ ത്വം അങ്ങ് തന്നെ. ത്വം ലോകപാല, അങ്ങ് ലോകങ്ങളുടെ മുഴുവൻ നാഥനാണ്, പാലകനാണ്. സർവ ആത്മാ, എല്ലാ ചരാചരങ്ങളുടെയും ആത്മാവുമാകുന്നു. ത്വം അങ്ങ് തന്നെയാണ്. പരം പൗരുഷം തേജ, ഏറ്റവും ഉന്നതമായിട്ടുള്ള പുരുഷ തേജസ്സും ഭഗവാന്റെ രൂപത്തിൽ തന്നെയാണ് സുദർശന ചക്രത്തിനെ ശ്രദ്ധിക്കുന്നത്. ഭഗവാന്റെ ആ എല്ലാ വിശ്വത്തിനെയും മുഴുവൻ നിയന്ത്രിക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ, അതാണ് കാലചക്രമായിട്ടുള്ള ആ സുദർശന ചക്രം. ആ രീതിയിലാണ് അദ്ദേഹത്തിനെ സ്തുതിക്കുന്നത്. നമസ്സുനാഭാഖിലധർമ്മസേതവേ ഹ്യധർമ്മശീലാസുരധൂമകേതവേ ത്രൈലോക്യ ഗോപായ വിശുദ്ധവർച്ചസേ മനോജവായ അദ്ഭുതകർമ്മണി ഗണേ. ഹേ സുനാഭ, അതായത് ഏറ്റവും ശോഭനമായിട്ടുള്ള നാഭിയോടുകൂടിയവനെ, അതായത് ആ ചക്രത്തിൻ്റെ ഇതിനാണ് പറയുന്നത്, നല്ല സുദർശനനല്ലേ, അതാ സുനാഭൻ എന്നും പറയാൻ കാരണം. അഖില ധർമ്മസേതവേ, എല്ലാ ധർമ്മങ്ങളുടെയും പരിധിയായിട്ടുള്ളവനെ, അധർമ്മശീല ആസുര ധൂമകേതവേ,
അധർമ്മങ്ങളിൽ മാത്രം ചെയ്യാൻ തൽപരന്മാരായിട്ടുള്ള ആസുരന്മാർക്ക് ധൂമകേതുവായിട്ട് ഭവിച്ചവനെ, ത്രൈലോക്യ ഗോപായ 3 ലോകത്തിൻ്റെയും പാലകനായവനെ, വിശുദ്ധ വർച്ചസേ പരിശുദ്ധമായ തേജസ്സോടും കൂടിയവനെ, മനോജമായ മനസ്സിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നവനുമായിട്ടുള്ളവനെ, അത്ഭുത കർമ്മനെ അത്യാശ്ചര്യകരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവനുമായിട്ടുള്ള അങ്ങയ്ക്ക് നമ ഗൃണീഹി, അങ്ങയ്ക്ക് ഇതാ ഞാൻ വീണ്ടും നമസ്കാരം പറയുന്നു. ത്വത്തേജസാ ധർമ്മമയേന സംഹൃതം തമപ്രകാശശ്ച ധൃതോ മഹാത്മനം ദുരത്യയസ്തേ മഹിമാൻ ഗിരാംപദേ ത്വദ്രൂപമേതൽ സദസൽ പരാവരം. ഹേ ഗിരാംബദേ, എല്ലാ വാക്കുകളുടെയും കൂടി അധിപനായിട്ടുള്ളവനെ, ധർമ്മമയേന ത്വത്തേജസാ ധർമ്മമയമായിട്ടുള്ള അങ്ങയുടെ തേജസ് കൊണ്ട് മഹാത്മനാം തമ സംഹൃതം മഹാത്മാക്കളുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ സംഹരിക്കപ്പെടുക ചെയ്യുന്ന അങ്ങ് തന്നെയാണ്. ഒപ്പം തന്നെ എന്താണ് പ്രകാശ, ജ്ഞാനത്തിൻ്റെ പ്രകാശം ധൃതച്ച തെളിയിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ജ്ഞാനത്തിൻ്റെ പ്രകാശം തെളിയിപ്പിച്ചിട്ട് മഹത്തുക്കളായിട്ടുള്ളവരുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നവനാണ്. തേ മഹിമ, അങ്ങയുടെ മഹിമ ദുരത്തെയാ മറികടക്കാൻ ആർക്കും ആവില്ല. സദസൽ പരാവരം, കാര്യമായും കാരണരൂപമായും ഉച്ചനീചത്വങ്ങളും കൂടി സ്ഥിതി ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും യഥാർത്ഥത്തില് അങ്ങയുടെ രൂപാന്തരത്വദ്രൂപം, അങ്ങയുടെ രൂപാന്തരം, ഈ പ്രപഞ്ചം തന്നെ അങ്ങയുടെ രൂപാന്തരം തന്നെയാണെന്ന് അവരുടെ സുദർശന ചക്രത്തെ സൂചിച്ചുകൊണ്ട് പറയണത്. യഥാ വിശിഷ്ടസ്വമനഞ്ജനേന വൈ ബലം പ്രവിഷ്ടോജിതദൈത്യദാനവം ബാഹൂദർവംഘ്രിശിരോധരാണി വൃക്ണന്നജസ്രം പ്രതനേ വിരാജസേ. ഹേ അജിത, ആരാലും ഒരിക്കൽ പോലും ജയിക്കപ്പെടാൻ കരുതാത്തവനെ, അനഞ്ജനേന ത്വം യഥാ വൈ വിസൃഷ്ട. എങ്ങനെയാണ് അനഞ്ജൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ഒരു പേരാണ്. മഹാവിഷ്ണുവിനാൽ എപ്പോഴെല്ലാം അങ്ങ് കയ്യിൽ നിന്ന് വിട്ടയക്കപ്പെട്ടുവോ അപ്പോഴെല്ലാം ദൈത്യദാനവം ബലം പ്രവിഷ്ട, ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും ആ സേനാമധ്യത്തിലേക്ക് പ്രവേശിച്ചവനായിട്ട് ബാഹു ഉദര ഊരു അംഗ്രി ശിരോധരാണ്, അവരുടെ കൈക്ക് വയറ് തൊട കാല് കഴുത്ത് ഇവയെല്ലാം അജസ്രം വൃക്കണൻ ഇടമുറിയാണ്ട് ഛേദിച്ചുകൊണ്ട് പ്രധനെ യുദ്ധഭൂവിൽ വിരാജസേ അങ്ങ് പരിശോധിക്കുന്നു ഭഗവാന്റെ ആ സുദർശന ചക്രം. സത്വം ജഗൽത്രാണകല പ്രണാഹയേ നിരൂപിത സർവസഹോഗതാവൃത വിപ്രസ്യ ചാസ്മൽകുലദൈവ ഹേതവേ വിവേഹി ഭദ്രം തദനുഗ്രഹോഹിന. അത് വാസ്തവമാണ്. എങ്ങനെയാണ്? അതായത് അധർമ്മശാലികളായിട്ടുള്ള അതായത് എന്താണ് ദൈത്യന്മാരുടെയും ദാനവന്മാരുടെ ഇടയിലാണ് അങ്ങയുടെ പ്രഭാവം കാണിക്കാറ്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. അപ്പോൾ ജഗൽത്രാണ, അങ്ങ് ലോകത്തിന്റെ മുഴുവൻ രക്ഷകനാണ്. സർവസഹ എന്തും സഹിപ്പാൻ കഴിവുള്ള ആളാണ്. അങ്ങനെ അങ്ങ് ഗദാവൃത കലപ്രണാഹയേ, മഹാവിഷ്ണുവിനാൽ ദുഷ്ടന്മാരെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവനാണ് യഥാർത്ഥത്തിൽ. അസ്മൽ കുലദൈവ ഹേതവേ, എന്നാൽ അടിയങ്ങളുടെ വംശത്തിന്റെ ഈശ്വരാധീനത്തിന് കാരണഭൂതനും വിപ്രസ്യ ബ്രാഹ്മണനുമായിട്ടുള്ള ഇദ്ദേഹത്തിന് ഭദ്രം വിദേഹി അഭയം നൽകണേ. തത് അനുഗ്രഹം, അത് ഞങ്ങൾക്ക് ചെയ്യുന്നൊരു അനുഗ്രഹമായി തീരുന്നതാണ് അംബരീഷൻ സുദർശനോട് പറയുന്നത്. ദുഷ്ടന്മാരോട് അങ്ങ് ചെയ്തോളൂ, പക്ഷേ ഇദ്ദേഹം ബ്രാഹ്മണനല്ലേ, ഞങ്ങളുടെ കുലദൈവം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് ഇങ്ങനെ പ്രവർത്തിക്കരുതേ, അദ്ദേഹത്തിന് അഭയം നൽകണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. യദ്യസ്ഥിതമിഷ്ടം വാ സ്വധർമ്മോ വാ സ്വനുഷ്ഠിത കുലന്നോ വിപ്രദൈവം ചേൽ ദ്വിജോ ഭവതു വിജ്വര. ഇനി വീണ്ടും പറയുകയാണ്, ദത്തം ഇഷ്ടം വാ, അതായത് ദാനമായിട്ടോ യജ്ഞാതി രൂപത്തിലോ ഞാൻ ചെയ്ത എന്തെല്ലാം സ്വധർമ്മങ്ങളുണ്ടോ, വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കപ്പെട്ടതായിട്ടുണ്ടോ, യതി അസ്ഥി ഉണ്ടെങ്കിലും അതുകൊണ്ടെല്ലാം ഞങ്ങളുടെ വംശം വിപ്രദൈവം ചെയ്ത് ഞങ്ങളുടെ വംശം എപ്പോഴും ബ്രാഹ്മണരെ ദേവന്മാർക്ക് തുല്യമായി കരുതുന്നതുമാണെങ്കിൽ ഈ ദ്വിജൻ വിജ്വര ഭവതു, ഇദ്ദേഹം ക്ലേശവിമുക്തനായിട്ട് ഭവിക്കണമേ. യതിനോ ഭഗവൻ പ്രീത ഏക സർവഗുണാശ്രയ സർവഭൂതമഭാവേന ദ്വിജോ ഭവതു വിജ്വര. സർവഗുണാശ്രയ, എല്ലാ ഗുണങ്ങൾക്കും ആശ്രയഭൂതനായിട്ടുള്ള സർവഭൂത ആത്മഭാവേന സർവചരാചരാത്മത്വേന വർത്തിക്കുന്നവനായും ഏകനായും ഇരിക്കുന്ന ഏക ഭഗവാൻ വ
പ്രീതയതി ഭഗവാൻ എന്നിൽ പ്രീതനായിട്ടുണ്ട് എങ്കിൽ ദ്വിജ വിജ്വര ഭവതു, ഈ ബ്രാഹ്മണൻ ക്ലേശവിമുക്തനായി ഭവിക്കണമേ. അതായത് ആദ്യം തൻ്റെയും തൻ്റെ വംശത്തിൻ്റെയും പുണ്യം മുഴുവൻ ദുർവാസാവിൻ്റെ സംരക്ഷണത്തിനായിട്ട് സമർപ്പിക്കുന്നു. പിന്നെ ഭഗവാൻ മഹാവിഷ്ണുവെ താൻ ഉപാസിച്ചതിൻ്റെ ഫലവും കൂടി സമർപ്പിച്ചുകൊണ്ടും ദുർവാസാവിനെ ഭയവിമുക്തനാക്കാൻ വേണ്ടിയിട്ട് അംബരീഷൻ ആ സുദർശന ഭക്തനോടാണ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ശ്രീശുഖബ്രഹ്മർഷി പറയുകയാണ്, ശ്രീശുഖോവാച ഇതി സംസ്തുവതോ രാജ്ഞോ വിഷ്ണുചക്രം സുദർശനം അസാമ്യ സർവതോ വിപ്രം രാജയാജ്ഞയാ. ശ്രീശുഖബ്രഹ്മർഷി പറയുകയാണ്, വിപ്രം സർവത പ്രതഹൽ, ആ ദുർവാസാവിനെ ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ദഹിപ്പിച്ചുകൊണ്ടിരുന്ന ആ വിഷ്ണുചക്രമായ സുദർശനം രാജ്ഞ ഇതി സംസ്തുവത, അംബരീഷ രാജാവിൻ്റെ ഇപ്രകാരം ഉള്ള സ്തുതികളെ കേട്ടിട്ട് രാജാവിൻ്റെ രാജാവിൻ്റെ യാചനമാകാരണം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അസാമ്യൽ ശമിച്ചു. സമുക്തോ അസ്ത്രാഗ്നിതാവേന ദുർവാസാ സ്വസ്തിമാംസ്തത പ്രശംസ തമുർവീശം യുഞ്ജാന പരമാശിഷ. അസ്ത്രതാപേന മുക്ത, അങ്ങനെ ആ സുദർശന ചക്രത്തിൻ്റെ ആ ചൂടിൽ നിന്ന്, താപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട സ്വസ്തിമാൻ സുഖം പ്രാപിച്ചവനായ സ ദുർവാസ, ആ ദുർവാസാവ് മഹർഷി തഥ അതിൽ പിന്നെ തം ഉർവീശം, ആ രാജാവിനെ പരമാശിഷ അനേകം ആശീർവാദങ്ങൾ യുഞ്ജാന പ്രയോഗിച്ചുകൊണ്ട് പ്രശംസിച്ചു. ദുർവാസ ഉവാച അഹോ അനന്തദാസാനം മഹത്വം ദൃഷ്ടമദ്യമേ കൃതാഗസോപിയൽ രാജൻ മംഗളാനി സമീകസേ. ഹേ രാജൻ എന്ന് വിളിച്ചിട്ട് പറയുകയാണ് ദുർവാസാവ്, അനന്തദാസാനാം മഹത്വം, അതായത് വിഷ്ണു ഭക്തന്മാരുടെ മഹത്വം എന്താണെന്നുള്ളത് ഇപ്പോൾ മയാ ദൃഷ്ടം, ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു എന്ന് പറയുകയാണ്. ആശ്ചര്യകരം തന്നെ എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃതാകശ അപരാധം ചെയ്തവന് പോലും മംഗളാനി സമീക ശ്രേയസ്സുകൾ ആശംസിക്കുന്നവരാണ് വിഷ്ണുഭക്തന്മാരെ. ദുഷ്കരം കിന്നു സാധൂനാം തുസ്ത്യജം വാ ആത്മനാം യൈ സംഗൃഹീതോ ഭഗവൻ സാത്വതം ഋഷഭോ ഹരി. യൈ സാത്വതാം ഋഷഭ ഭഗവാൻ ഹരി സംഗൃഹീത, യാതൊരുവരാൽ സാത്വികന്മാരിൽ ശ്രേഷ്ഠനും അതുമാതിരി ഭഗവാനുമായ മഹാവിഷ്ണു എങ്ങനെ സംഗ്രഹീത സ്വായത്തമാക്കപ്പെട്ടിരിക്കുന്നുവോ അങ്ങനെയുള്ള മഹാത്മാക്കളായിട്ടുള്ള സാധൂനാം, ആ സജ്ജനങ്ങൾക്ക് ദുഷ്കരം ചെയ്യുവാൻ അരുതാത്തതായിട്ടുള്ളത് അല്ലെങ്കിൽ ദുസ്ത്യജം ത്യജിക്കാൻ പ്രയാസമുള്ളതോ ആയിട്ടുള്ള കിംന്നു, എന്താണ് ഈ ലോകത്തിലുള്ളത് എന്ന് ദുർവാസ മഹർഷി ഇദ്ദേഹത്തിനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. എന്നാമശ്രുതി മാത്രേണ പുമാൻ ഭവതി നിർമ്മല തസ്യ തീർത്ഥവദ കിം വാ ദാസാനം അവശിഷ്യതേ. ആരുടെ എന്നാമശ്രുതി മാത്രേണ പുമാൻ നിർമ്മല ഭവതി, ആരുടെ ആ നാമങ്ങൾ എന്ന് കേട്ടാൽ തന്നെ മനുഷ്യൻ പാപവിമുക്തനായി തീരുന്നുവോ അങ്ങനെയുള്ള ആ തീർത്ഥപാദനായിട്ടുള്ള ഭഗവാന്റെ ദാസാനാം കിം വാ അവശിഷ്യതേ. അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തന്മാർക്ക് പിന്നെ എന്താണ് അവർക്ക് നേടാനായിട്ട് ബാക്കിയുള്ളത്? അവശേഷിക്കുന്നത് അവിടെ എല്ലാം നേടിക്കഴിഞ്ഞു എന്ന് പറയുകയാണ് ദുർവാസാവ്. രാജൻ അനുഗൃഹീതോഹം ത്വയാതികരുണാത്മന മദകം പൃഷ്ടത കൃത്വാ പ്രാണായന്മേ വിരക്ഷിത. ഹേ രാജൻ, അഹം അതികരുണാത്മനാ ത്വയാ അനുഗ്രഹീത, അത്യന്തം കാരുണ്യമുള്ളവനായ അങ്ങയാൽ ഞാനിതാ അനുഗ്രഹിക്കപ്പെട്ടവനായി എന്ന് പറയാണ്. എന്തുകൊണ്ടെന്നാൽ അഹം പൃഷ്ടത കൃത്വ, എൻ്റെ തെറ്റിനെ മുഴുവൻ പുറന്തള്ളിയിട്ട് മേ പ്രാണാവിരക്ഷിത, അങ്ങൻ്റെ ആ പ്രാണങ്ങളെ സംരക്ഷിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങ് അനുഗ്രഹീതനായി അങ്ങയാൽ എന്ന് പറയുകയാണ്. രാജാ തമകൃതാഹാര പ്രത്യാഗമനകാംക്ഷയാ ചരണാവുപസംഗൃഹ്യ പ്രസാദ്യ സമഭോജയൽ. പ്രത്യാഗമനകാംക്ഷയാ ആകൃതാഹാര രാജ. ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വർഷത്തിലധികം കാലം ഈ ദുർവാസാവ് ഈ ചക്രത്തെ പേടിച്ചുകൊണ്ട് ഓരോ ലോകങ്ങളിൽ ചുറ്റിക്കറങ്ങായിരുന്നു. ആ സമയം മുഴുവൻ ഈ രാജാവ്
അകൃതാഹാര ഒരു ജലപാനം കൂടി കഴിക്കാതെ ആ മടങ്ങി വരുടെ എപ്പോഴാണ് മടങ്ങി വരാമെന്ന് കാത്തിരിക്കുകയായിരുന്നു ആ അംബരീഷനെ വേഗം ചരണോപതമൃഷിയ വേഗം മഹർഷിയുടെ കാലുകൾ അങ്ങനെ പിടിച്ച് വണങ്ങി തം അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ച് സമഭോജയൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുത്തും ഭോജനം കഴിപ്പിച്ചു. സോഷിത്വാധൃതമാനീതം ആതിഥ്യം സാർവകാമികം നൃപതിം പ്രാഹ ഭുജ്യതാം ഈശാദരം. സ മുനി അദ്ദേഹം ആ ദുർവാസാവ് ആദൃതം ആനീതം ആ ആദരവോടെ നൽകപ്പെട്ടതും ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ളതുമായ അതായത് സാർവകാമികം ആതിഥ്യം അദ്ദേഹത്തിൻ്റെ അതിസൽക്കാരം ആയിട്ടുള്ള ആഹാരം അശിത്വ ഭുജിച്ചിട്ട് തൃപ്തി വന്നവനായിട്ട് നൃപതിയും ഭുജ്യത ഇനി അങ്ങ് ഭക്ഷിച്ചോളൂ എന്ന് അദ്ദേഹത്തിനോട് ആദരവോടെ പറഞ്ഞു. പ്രീതോസ്മ്യനുഗൃഹീതോസ്മി തവ ഭാഗവതസ്യ വൈ ദർശനസ്പർശനാലാപൈ ആദിത്യേനാത്മമേധസാ. ദുർവാസ വീണ്ടും പറയുകയാണ്, ആ ഭാഗവതസ്യ തവ ഭാഗവതോത്തമനായിട്ടുള്ള അങ്ങയുടെ ദർശന സ്പർശന ആലാവൈ അങ്ങയുടെ ആ ദർശനം, അങ്ങയായിട്ടുള്ള സ്പർശനം, അങ്ങുമായിട്ടുള്ള സംഭാഷണം എല്ലാം എങ്ങനെയാണ് ആത്മമേധസ ആദിത്യ എന്ന് മാത്രമല്ല സമർപ്പണത്തോടു കൂടിയിട്ടുള്ള ആ അതിഥി സൽക്കാരം ഇവയാൽ ഞാൻ വളരെയധികം പ്രീതനായിരിക്കുന്നു. അനുഗ്രഹീത അസ്മി ഞാൻ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവനും ആയിരിക്കുന്നു എന്ന് പറയുകയാണ്. കർമാവതാതമേതത്തെ ദയന്തി സ്വസ്ത്രിയോ മുഹു കീർത്തിം പരമപുണ്യം ച കീർത്തയിഷ്യതി ഭൂരിയം. തേ അവതാതം ഏതൽ കർമ്മ അങ്ങയുടെ ഏറ്റവും ശോഭനമായിട്ടുള്ള ഈ പ്രവൃത്തിയെ സ്വസ്ത്രീയ മുഹുക എന്ന് ദേവസ്ത്രീകള് വീണ്ടും വീണ്ടും അങ്ങനെ സ്വർഗലോകത്തിൽ പാടി വാഴ്ത്തുന്ന വഴിയാണ്. ഇയം ഈ ഭൂമിയിലെ ജനങ്ങൾ പരമപുണ്യം കീർത്തിം ച കീർത്തിയിഷ്യതി. ദേവലോകത്തും അങ്ങയെ പറ്റി കീർത്തിക്കും. ഈ ഭൂമിയിലുള്ള എല്ലാവരും എല്ലാ കാലത്തും പരമപുണ്യപ്രദമായിട്ടുള്ള അങ്ങയുടെ യശസ്സിനെ അങ്ങനെ പാടിപ്പുകഴ്ത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു ദുർവാസാവ് അംബരീഷിനെ. ശ്രീശുവാച ഏവം സങ്കീർത്തി രാജാനം ദുർവാസാ പരിതോഷിത യയോ വിഹായ സാമന്ത്ര്യ ബ്രഹ്മലോകമഹൈതുകം. ശ്രീശുബ്രഹ്മർഷി പറയുകയാണ്, ഇപ്രകാരം അത്യന്തം അത്യന്തം സന്തുഷ്ടനാക്കപ്പെട്ട ദുർവാസാവ് ഈ വിധം രാജാനം സങ്കീർത്തിയ രാജാവിനെ പ്രകീർത്തിച്ച് ആമന്ത്ര്യാദ്യത്തിനോട് യാത്ര ചോദിച്ചിട്ട് വിഹായസ ആകാശമാർഗത്തിലൂടെ അഹൈരുകം ബ്രഹ്മലോകം ലക്ഷ്യമൊന്നും കൂടാതെ ബ്രഹ്മലോകത്തേക്ക് അങ്ങോട്ട് യാത്രയായി. സംവത്സരോത്യകാൽ താവൽ യാവതാനാഗതോ ഗത മുനി തദ്ദർശനാകാംക്ഷോ രാജാഭക്ഷോ ബഭൂവ. ആലോചിച്ച് നോക്കൂ, ഗത മുനി യാവത അനാഗത. ആ തന്നെ ശപിച്ചിട്ട് അത് കഴിഞ്ഞ് ആ കൃത്യം സുദർശന ചക്രം കണ്ട് പേടിച്ചോടിയുള്ള ആ മഹർഷി യാവത അനാഗത എത്ര കാലം തിരിച്ചെത്തിയിട്ടില്ലയോ താവൽ അത്രയും കാലം ഒരു സംവത്സരം അത്യകാൽ കഴിഞ്ഞുപോയി എന്നാണ് പറയണത്. തദ്ദർശനാകാംക്ഷ അദ്ദേഹം വന്നു കാണുവാനുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് രാജാവ് അഭക്ഷ ബഭൂവ അതുവരെ ജലം മാത്രം ഭക്ഷിച്ചിട്ട് അങ്ങനെ കഴിച്ചു. അത്ഭുതം എന്ന് പറയുകയാണ്. ഗതേ ചതുർവാസസി സോംബരീകോ ദിശോപയോഗാദി പവിത്രമാനൽ ഋഷേർവിമോക്ഷം വ്യസനം ച ബുദ്ധ്വാ മേനേ സ്വവീര്യം ച പരാനുഭാവം. ദുർവാസസി ഗതേ ഇങ്ങനെ ആ ദുർവാസ മഹർഷി പോയി യാത്രയായി പോയപ്പോൾ ആ അംബരീഷൻ ദ്വിജോപയോഗാദിപവിത്രം ബ്രാഹ്മണൻ അനുഭവിച്ചതിൻ്റെ ഉച്ഛിഷ്ടം എന്നതിനാൽ അത്യന്തം ശുദ്ധമായതിനെ ആഹരിച്ചു. ഋഷേ വ്യസനം ഋഷിയുടെ വ്യസനത്തെയും വിമോക്ഷം അദ്ദേഹത്തിന് അതിൽ നിന്നുണ്ടായിട്ടുള്ള മോചനത്തെയും ബുദ്ധ്വ മനസ്സിലാക്കിയിട്ട് സ്വവീര്യം അവിടെ പ്രയോഗിക്കപ്പെട്ട തൻ്റെ വീര്യം പോലും തൻ്റെ കേമത്തം കൊണ്ടൊന്നും തോന്നിയില്ല. അതെങ്ങനെയാണ് പരാനുഭാവം മേനെ അത് മഹാവിഷ്ണുവിൻ്റെ തൻ്റെ ദാതനായിട്ടുള്ള ഭഗവാന്റെ വൈഭവമാണെന്ന് ഉറപ്പിച്ച് ധരിച്ചു എന്ന് പറയണം. തൻ്റെ ഒട്ടും കേമത്തമില്ല, ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് അദ്ദേഹം ധരിച്ചു പോന്നു. ഏവം വിധാനേക ഗുണസ്വരാജ
പരാത്മനി ബ്രഹ്മണി വാസുദേവേ ക്രിയാകലാവൈ സമുവാഹ ഭക്തിം യയാനിലയം ഏവം വിധ അനേക ഗുണ, ഇപ്രകാരം അനേകം ഗുണങ്ങളോട് കൂടിയിട്ടുള്ള സ രാജ, ആ രാജാവ് അംബരീഷൻ പരാത്മനി ബ്രഹ്മണി വാസുദേവി, പരമാത്മാവും ബ്രഹ്മവുമായിട്ടുള്ള മഹാവിഷ്ണുവിൽ ക്രിയാകലാപൈ അനേകം സൽക്കർമ്മങ്ങളിലൂടെ ഭക്തിം സമുവാഹ, ഭഗവാനിൽ വീണ്ടും വീണ്ടും ഭക്തിയെ തന്നെ സമ്പാദിച്ചു. യാതൊന്നുകൊണ്ട് ആ ഭക്തി കൊണ്ട് ആവിരിഞ്ചാൻ നിരയാൻ ചകാര, ബ്രഹ്മപദങ്ങളടക്കമുള്ള എല്ലാ ലോകങ്ങളും വെറും നരകങ്ങളായിട്ട് പരിഗണിച്ചു എന്ന് പറയുന്നത്. അതൊന്നും ലൗകിക സുഖത്തിലും സ്വർഗലോക സുഖത്തിലും ബ്രഹ്മലോകത്തിലെ സുഖത്തിലും കൂടി അതെല്ലാം തുച്ഛമായിട്ട് കണക്കാക്കി അദ്ദേഹം പറയണ. കാരണം ഭഗവത്പാദാരവിന്റെ സേവ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം. അതാ അംബരീഷസ്തനയേഷു രാജ്യം സമാനശീലേഷു വിസൃജ്യ ധീര വനം വിവേശാത്മനി വാസുദേവേ മനോദതൽ ദ്വസ്തഗുണപ്രവാഹ. അങ്ങനെ രാജ്യം ഭരിച്ചതിന് ശേഷം അംബരീഷ ധീരനായിട്ടുള്ള ആ അംബരീഷൻ സമാനശീലേഹു തനയേഹു, തൻ്റേതിന് തുല്യമായിട്ടുള്ള ശീലങ്ങളുള്ള പുത്രരിൽ രാജ്യം വിസൃജ, രാജ്യഭാരത്തെ ഏൽപ്പിച്ച് ദ്വസ്തഗുണപ്രവാഹ, ത്രിഗുണങ്ങളുടെ പ്രവാഹത്തെ നിരാകരിച്ച് ആത്മനി വാസുദേ. എന്താണ് ത്രിഗുണങ്ങളുടെ പ്രവാഹത്തെ എങ്ങനെ നിരോധിക്കുക? ചിത്തവൃത്തികളെ നിരോധിക്കുക. ചിത്തവൃത്തികളെയൊക്കെ നിരോധിച്ചിട്ട് ആത്മനി വാസുദേവേ മനദതൽ, തൻ്റെ ആത്മസ്വരൂപനായിട്ടുള്ള ശ്രീ വാസുദേവനിൽ തന്നെ മനസ്സിനെ അർപ്പിച്ചവനായിട്ട് വനം വിവേശ, തപസ്സിലായിട്ട് കാട്ടിലേക്കാണ്ട് പോയി. ഇത്യേതൽ പുണ്യമാഖ്യാനം അംബരീഷസ്യ ഭൂപതേ സങ്കീർത്തയൻ അനുധ്യായൻ ഭക്തോ ഭഗവതോ ഭവേ. അംബരീഷസ്യ ഭൂപതി, അംബരീഷ മഹാരാജാവിന്റെ ഇതി ഏതൽ പുണ്യം ആഖ്യാനം, ഇത്തരത്തിലുള്ള ഈ പാവന ചരിത്രം സങ്കീർത്തനം ചെയ്തും അനുധ്യായൻ ധ്യാനിച്ചും കഴിയുന്നവൻ ഭഗവത് ഭക്തനായി ഭവേ തീരുന്നതാണ് തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ട് ആ അധ്യായം അവസാനിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ അംബരീഷചരിതം നാമ പഞ്ചമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.